നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ, എന്റെ വീട് ആ സ്കൂളിന്റെ തൊട്ട് താഴെയായിരുന്നു. അപ്പൊ നമ്മൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. ഗിരി വന്നല്ലോ. ഗിരി നല്ല തിരക്കിലായിരുന്നു തോന്നുന്നു. ഓ പിന്നെ ഭാര്യാസേവയുടെ തിരക്കിലായിരുന്നു. അതിനെ ഞാൻ കുറ്റം പറയില്ല കുഞ്ഞാറ്റ്. നല്ല കുടുംബജീവിതം ഉണ്ടാവണമെങ്കിൽ ഭാര്യയെ പൊന്നുപോലെ നോക്കണം. അല്ല, മഞ്ജുവിന് സുഖം തന്നെ അല്ലേ ഗിരിയെ? അവൾക്കിവിടെ എന്താ കുറവ്? ഇവിടെ ഉള്ളവർക്കാണ് അവളെ കൊണ്ട് ബുദ്ധിമുട്ട്. ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? ആവശ്യമില്ലാത്തടത്ത് വന്ന് വായിട്ട് അലക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പുറത്ത് നിന്ന് വന്ന ഒരാളുടെ അടുത്താണോ വീട്ടിലുള്ളവരുടെ കുറ്റം പറയുന്നത്? മനുഷ്യരായ കുറച്ചൊക്കെ ബോധം വേണം. അപ്പുറത്ത് എങ്ങനെ പോവാൻ നോക്ക്. പിന്നെ കാണാവേ. ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല ഗിരി. ഒന്നും അല്ലെങ്കിൽ അവരൊരു സ്ത്രീയല്ലേ. താനും തന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നാണോ? ഹേ അല്ല, ഞാൻ മഞ്ജുവിനെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. അല്ല, മഞ്ജു മുകളിലില്ലേ? ആ, എന്തായാലും താഴേക്ക് വരുമല്ലോ, ഞാൻ കാത്തിരുന്നോളാം. എന്നെ ഒരിക്കൽ അന്വേഷിച്ച് അവളെന്റെ വീട് വരെ വന്നതല്ലേ. ഇവിടെ വരെ വന്നിട്ട് ഒന്നും മുഖം കാണിക്കാതെ പോകുന്നത് ശരിയാണോ? പീതാംബര, താനീ കളിക്കുന്നതൊരു അപകടം പിടിച്ച കളിയാ. എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ല ഗിരിയെ. ജീവിതത്തിൽ ഇനി അധിക ദിവസമൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് എന്തിനെ നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ നീ കരുതണ്ട. എനിക്ക് വേണ്ടത് കിട്ടിയിട്ടേ ഞാൻ പോകൂ. താൻ പുറത്തേക്ക് ഇറങ്ങാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. മഞ്ജു എന്നെ കാണുമെന്നുള്ള പേടിയുണ്ടല്ലേ? നിന്നെ ഇത്രയും പേടിച്ച് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഗിരിയെ. മഞ്ജുവിനെ നിനക്ക് ശരിക്കും ഇഷ്ടമാണല്ലേ? സത്യം അറിഞ്ഞിട്ട് അവൾ നിന്നെ വെറുക്കുമോ എന്നാണ് നിന്റെ പേടി. നല്ലതാ മോനെ. ജീവിതത്തിൽ നമുക്ക് സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം. പക്ഷേ അവര് നമ്മുടെ ബലഹീനതയാവരുത്. അവരെ വെച്ച് ശത്രുക്കൾ പണി തരാതെ നോക്കണം. നീ ഗോപാൽജിക്ക് വേണ്ടി എത്ര പേരോട് ശത്രുത ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും നിന്നെ തീർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി മഞ്ജുവിനെ ലക്ഷ്യം വെച്ചാ പോരെ? താൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം മഞ്ജുവിനൊരാപത്തും സംഭവിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവൾ എന്തെങ്കിലും സത്യം കണ്ടുപിടിക്കും എന്ന ഗോപാൽജിയുടെ പേടിയാണല്ലോ എനിക്ക് കാശ് കിട്ടാനുള്ള വഴിയൊരുക്കുന്നത്. എന്തായാലും നീ പറഞ്ഞ പോലെ നമുക്ക് പുറത്തു നിന്ന് കാര്യങ്ങൾ വിശദമായി സംസാരിക്കാം. എന്താ തനിക്ക് വേണ്ടെന്ന് പറ. കാശല്ലാതെ പിന്നെന്താ? കഴിഞ്ഞ തവണ കാശ് തന്നപ്പോ ഇനി ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ? മോനെ ഗിരിയെ, നിനക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ കളിയുടെ നിയമങ്ങൾ തീരുമാനിക്കുന്നത് നീയാണെന്ന്. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാ. അതിനനുസരിച്ച് നിൽക്കുക മാത്രമാണ് നീ ചെയ്യേണ്ടത്. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിന്റെ ഭാര്യ അടക്കമുള്ള എല്ലാവരും നിന്നെ കുറിച്ചുള്ള സത്യം അറിയും. എടോ, അതുകൊണ്ട് തനിക്ക് എന്താ പ്രയോജനം? ഞാൻ ചെയ്ത തെറ്റിനെ പറ്റി എല്ലാരോടും വിളിച്ചു പറഞ്ഞതുകൊണ്ട് തനിക്ക് എന്ത് ഉപകാരം ഉണ്ടാവാൻ പോകുന്നേ? ഒന്നുമില്ലല്ലേ? പക്ഷേ എന്നെക്കുറിച്ചുള്ള സത്യം എന്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മേലും കീഴും നോക്കാനില്ല.
നിനക്ക് മരിക്കാൻ പേടിയുണ്ടോന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്റെ കയ്യിൽ നിനക്ക് തരാൻ ഇനി കാശൊന്നുമില്ല. നീ പറഞ്ഞതുപോലെ ഈ കളി നീ തന്നെയാ നിയന്ത്രിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം. കിട്ടിയ കാശും കൊണ്ട് ഈ നാട് വിട്ട് സുഖമായിട്ട് ജീവിക്കാം. ഇല്ലെങ്കിൽ ആർത്തി കാണിച്ച് അപകടം വിളിച്ചു വരുത്താം. അപ്പൊ നീ കാശ് തരില്ലല്ലേ? ഇല്ല. എന്നാ പിന്നെ ഞാൻ മഞ്ജുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. നിനക്ക് നന്നായി അഭിനയിക്കാൻ അറിയാം. ഉള്ളിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ നിൽക്കുന്നത് ഇത്ര എളുപ്പമല്ല. എനിക്ക് വേണമെങ്കിൽ മഞ്ജുവിനെ കണ്ട് എല്ലാം പറയാം. പക്ഷേ നീ പറഞ്ഞ പോലെ അതിലെനിക്ക് ഗുണമൊന്നുമില്ലല്ലോ. എനിക്ക് ഗുണം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ലെങ്കിൽ നിന്റെ അടുത്ത് കാശ് ചോദിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന് എനിക്കും തോന്നാറുണ്ട്. എന്നാ പിന്നെ ഞാനങ്ങ് പോയിക്കോട്ടെ. മഞ്ജുവിനെ വേറെ ദിവസം വന്ന് കണ്ടോളാം. ആയിക്കോട്ടെ. മഞ്ജുവിനെ നീ കാണാൻ തീരുമാനിക്കുന്ന ദിവസം വീട്ടിൽ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. കാരണം തിരിച്ച് വീട്ടിലെ നിന്റെ ബോഡി എത്തും. ഇത് ഗിരിയുടെ വാക്കാ.